ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മെയ് 1 പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസ ആചരണം തുടങ്ങുകയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 1-ാം തീയതി പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തിയുടെ പ്രാധാന്യം, അതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു സംഭവമാണ്. റോമാ ചക്രവർത്തിയും മതത്യാഗിയുമായ ജൂലിയാൻ തൻ്റെ സ്വന്തം സാമ്രാജ്യത്തിൽ പേഗൻ മതം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. അതിനായി ക്രിസ്ത്യാനികളുടെ നേരെ കിരാതന മർദ്ദനം അഴിച്ചുവിട്ടു. പേർഷ്യക്കാരോടുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് മിത്രാദേവിയുടെ അമ്പലത്തിൽ പ്രവേശിച്ച് വഴിപാടുകൾ കഴിച്ചു. യുദ്ധത്തിൽ ജയിക്കുന്ന പക്ഷം തൻ്റെ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ ദേവിക്ക് ബലി അർപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. ഈ നേർച്ചയെപ്പറ്റി അറിഞ്ഞ കേസറിയായിലെ മെത്രാനായ വിശുദ്ധ ബേസിൽ തൻ്റെ കീഴിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും വിളിച്ചുകൂട്ടി. ഈ പകൽ സന്ധ്യയിൽ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി മാത്രമേ കാരണീയമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വിശുദ്ധ ബേസിലിൻ്റെ പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിയും വിശ്വാസവും ജനങ്ങൾക്കെല്ലാം മാതൃകയായി മാറി. എല്ലാവരും കന്യകയിൽ അഭയം ഗമിച്ചു പ്രാർത്ഥിച്ചു. ജൂലിയാൻ പേർഷ്യക്കാരുള്ളതിനേക്കാൾ ശക്തമായ ഒരു സൈന്യത്തോടെയാണ് യുദ്ധത്തിന് പുറപ്പെട്ടതെങ്കിലും പരാജിതനായി. ശത്രുകരങ്ങളിൽപ്പെട്ട് മരിക്കുന്നതിനേക്കാൾ അഭിമാനകരം ആത്മഹത്യയാണെന്ന് കരുതി സ്വന്തം വാളെടുത്ത് ചങ്കിൽ കുത്തിയിറക്കി. അവിടെ നിന്ന് പ്രവഹിച്ച രക്തത്തിൽ മുഷ്ടി ആകാശത്തിലേക്ക് ഉയർത്തി ഇപ്രകാരം ജൂലിയാൻ വിളിച്ചു പറഞ്ഞു: "അല്ലയോ ഗലീലിയോ, നീ തന്നെ ജയിച്ചിരിക്കുന്നു." ഇന്ന് തിരുസഭ വലിയ വിഭത്സന്ധി തരണം ചെയ്യുകയാണ്. മരിയഭക്തർ ഉണർന്ന ദൈവമാതാവിൻ്റെ സഹായത്താൽ തിരുസഭയുടെ ശത്രുക്കളെ നേരിടാൻ തയ്യാറാകണം. നമുക്ക് പരിശുദ്ധ അമ്മയായ ദൈവജനനിയായ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനനിയായ പരിശുദ്ധ കന്യകേ, അങ്ങേ എൻ്റെ മാതാവും മധ്യസ്ഥയുമായി ഞാൻ ഏറ്റുപറയുന്നു. പുത്രസഹജമായ ഭക്തി എന്നിൽ നിറയ്ക്കണമേ. അങ്ങേ അരുമസുതരുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ. മക്കളോട് അമ്മയ്ക്കുള്ള സ്നേഹവും വാത്സല്യവും എന്നോടും എപ്പോഴും അങ്ങ് കാണിക്കണമേ. ഏതവസരത്തിലും അങ്ങേ സഹായം അഭ്യർത്ഥിക്കുവാനും നന്മ കൈവരിക്കുവാനും ഇടയാക്കണമേ. ഈ പ്രാർത്ഥനകൾ അങ്ങേ തിരുക്കുമാരൻ വഴിയായി പിതാവിൻ്റെ പക്കൽ അർപ്പിക്കുവാൻ അമ്മ അങ്ങു തന്നെ എന്നെ സഹായിക്കണമേ. ഇത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായം ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നീ കൈവിട്ടപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. നെടുവേർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കരുതേ. ദയാപൂർവം കേട്ട് അനുഗ്രഹിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള നമ്മുടെ ഭക്തി പുണ്യജീവിതത്തിനും സ്വർഗപ്രാപ്തിക്കും തികച്ചും അനുപേക്ഷണീയമാണ്. പരിശുദ്ധിയുടെ വിളനിലയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പുണ്യസമ്പാദനത്തിലുള്ള പരിശ്രമങ്ങളിൽ ഒന്നായി എപ്പോഴും നമുക്ക് അമ്മ നമ്മുടെ മുമ്പിൽ മാതൃകയായി തന്നെ ഉണ്ട്. സകല പുണ്യങ്ങളും കൊണ്ട് അലങ്കൃതയായ പരിശുദ്ധ കന്യകാമറിയമാണ് ജന്മം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും താൻ സമ്പാദിച്ച പുണ്യഫലങ്ങൾ സ്വസ്തുതരായ നമുക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ വിശുദ്ധിയുടെ അളവുകോൽ ഈശോയുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ആഴമനുസരിച്ചാണ്. സകല മനുഷ്യരിലും വിശുദ്ധരിലും വെച്ച് പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഈശോയുമായി ബന്ധപ്പെട്ട വ്യക്തി, ഇത്രയും ആഴമായി ബന്ധപ്പെട്ട വ്യക്തി വേറെ ആരാണുള്ളത്? സ്വന്തം പുത്രൻ എന്ന നിലയിൽ ഈശോ മറിയവുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. മാനുഷികവും ദൈവികവുമായ സകലവിധ പരിശുദ്ധിയുടെയും കേന്ദ്രമായി പരിശുദ്ധ കന്യകാമറിയം പരിലസിക്കുന്നു. സ്വർഗീയ നന്മകൾ നമുക്ക് പ്രാപിക്കുവാനും ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപമായ ഒരു ജീവിതം നയിക്കുന്നതിനും മറിയത്തോടുള്ള ഭക്തി തീർച്ചയായും നമുക്ക് സഹായകമാണ്. നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും, ഭക്ഷ്യപ്രശ്നം, ജനസംഖ്യാ പ്രശ്നം, തൊഴിലില്ലായ്മ, അസമാധാനം മുതലായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നേടുവാൻ ദൈവമാതാവിനോടുള്ള ഭക്തി സഹായകമാണ്. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനം എനിക്കത് എത്രത്തോളമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധ അമ്മയെ ഞാൻ കൂടുതൽ സ്നേഹിക്കാൻ
ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് പരിശുദ്ധ അമ്മയുമായി എനിക്ക് ഗാഢമായ അത്രയും ഒരു ബന്ധമുണ്ടായത്. അതിന് മുൻപേ വരെ ഞാൻ പരിശുദ്ധ അമ്മയോട് ജസ്റ്റ് പ്രാർത്ഥിക്കുമെന്നുള്ളതല്ലാതെ അത്രയും ഒരു ബന്ധം പുലർത്തിയിരുന്നില്ല. പരിശുദ്ധ അമ്മ എന്നെ ഈശോയോട് കൂടുതൽ എന്നെ കയറുകൊണ്ട് കെട്ടി വലിച്ച് ഈശോയുമായി യോജിപ്പിക്കുമായിരുന്നു. ആ ഒരു സംഭവത്തിലൂടെയാണ് ഞാൻ പരിശുദ്ധ അമ്മയുമായി കൂടുതൽ അടുത്തത്. ഈശോയുമായി അകലാൻ പറ്റാത്ത അത്ര ബന്ധത്തിൽ പരിശുദ്ധ അമ്മ എന്നെ ഇണക്കിച്ചേർത്തു. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ കൃപ വഴി എൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ വഴി മാത്രമേ നമുക്ക് ഈശോയിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ നമുക്ക് ഈശോയോട് എത്തുന്ന വഴി വളരെ നമുക്ക് കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണെങ്കിലും പരിശുദ്ധ അമ്മ നമ്മുടെ കൈ പിടിച്ച് ഈശോയിലേക്ക് നമ്മളെ എത്തിക്കും. നമുക്ക് എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മെയ് വണക്കമാസം പരിശുദ്ധ അമ്മയോട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അതിഭക്തിയോടുകൂടി പരിശുദ്ധ മാതാവിൻ്റെ വണക്കമാസത്തിൽ നമുക്കും പങ്കുചേരാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.